പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. കാലടിയിൽ ആധ്യാത്മിക ശോഭയിൽ ശ്രീ ശങ്കര ജയന്തി ആഘോഷം നടന്നു. കാലടിയിൽ ആധ്യാത്മിക ശോഭയിൽ ശ്രീ ശങ്കര ജയന്തി ആഘോഷങ്ങൾ നടന്നു. കാലടിയിൽ വിവിധ പരിപാടികൾ, വിവിധ സംഘടനകൾ ശ്രീശങ്കര ജയന്തി ആഘോഷിച്ചു. ആദിശങ്കര ജന്മഭൂമി ശൃംഗേരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജർ പ്രൊഫസർ സുബ്രഹ്മണ്യം, അസിസ്റ്റന്റ് മാനേജർ സൂര്യസ്വാമി എന്നിവർ നേതൃത്വം നൽകി. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപത്തിലും ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിലും വിവിധ ചടങ്ങുകൾ നടന്നു. ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപത്തിൽ നിന്ന് ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള മുതലക്കടവിലേക്ക് മഹാപരിക്രമ നടന്നു. ഹരഹര ശങ്കര ജയ ജയ ശങ്കര മന്ത്രവുമായി നീങ്ങിയ മഹാപരിക്രമയുടെ മുമ്പിൽ ശ്രീശങ്കരന്റെ വേഷധാരികളായ കുട്ടികളും സന്യാസി വര്യന്മാരും നിരന്നു. പിന്നിൽ ആയിരക്കണക്കിന് ഭക്തർ അണിനിരന്നു. കാലടി പട്ടണത്തിലൂടെ പരിക്രമ മുതലക്കടവിലെത്തിയപ്പോൾ നദീപൂജ, ആരതി, നദീസ്നാനം എന്നിവ നടന്നു. മഹാപരിക്രമയ്ക്ക് മുമ്പ് നടന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. വാരാണസി ജുന അഗാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ശ്രീശങ്കര ജയന്തി സന്ദേശം നൽകി. സ്വാമി സത്സ്വരൂപാനന്ദ, എം കെ കുഞ്ഞോൾ, പി കെ മോഹൻദാസ്, വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് ആർ പണിക്കർ, ജനറൽ കൺവീനർ എസ് സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.